ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം പച്ച അയല കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു തോരൻ പോലത്തെ ഒരു ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ക്ലീൻ ചെയ്ത അയലയിലേക്ക് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് വെള്ളം ഇത് ചേർത്ത് മസാല നല്ലോണം കുഴച്ച് വരഞ്ഞു വെച്ച അയലയിലേക്ക് നല്ലോണം പുരട്ടി യോജിപ്പിക്കുക. ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ അയല അതിനകത്തോട്ടിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ അടച്ചു വെച്ച് നല്ലോണം ഒന്ന് പൊള്ളിച്ച ഭാഗത്തിന് വെന്ത ഭാഗത്തിന് എടുക്കുക. ഈ പാനിലേക്ക് തന്നെ നമുക്ക് വറ്റൽമുളക്, കരിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി, ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അയലയുടെ പാനിലേക്ക് തന്നെ ഇട്ടാൽ മതി. വേറെ എണ്ണയുടെ ആവശ്യമില്ല. നല്ലോണം ഇളക്കി നല്ലോണം വഴറ്റുക. വറ്റൽമുളകും ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും എല്ലാം നല്ല വഴന്ന് പരുവാകുമ്പോൾ നമ്മൾ ഈ അയല ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. വഴറ്റി വച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും മുളകും കൂടി ഒരിക്കലും മിക്സിയിൽ നമ്മൾ അരയ്ക്കരുത്. ഇത് ഇടികല്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ ഇടികല്ല് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. എല്ലാം കൂടി മിക്സായിട്ട് നല്ല പരുവത്തിൽ എന്നാൽ അരയാനിൽ പാകത്തിന് നല്ലോണം ഇടിച്ചെടുക്കുക. അയല മാറ്റി വെച്ചിരിക്കുന്ന അയലയെ നമ്മൾ പതുക്കെ മുള്ള് കളഞ്ഞ് എടുക്കാനായിട്ട് പിച്ചിയെടുക്കുക. അതിനെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ തൊണ്ടയിൽ മുള്ള് പോകരുത്. അതുകൊണ്ടാണ് മീറ്റ് മാത്രമായിട്ട് മാറ്റിയെടുക്കുക. ഈ ഉള്ളി മുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഫ്രൈ പാനിലേക്ക് നമ്മൾ പിച്ചിയെടുത്ത അയല നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് തവ കൊണ്ട് നല്ലോണം ഇളക്കി നമ്മൾ യോജിപ്പിക്കുക. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ലോണം ചീക്കുക. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആവണം. മിക്സായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തേങ്ങ നമുക്ക് ആവശ്യമുണ്ട്. 2 പിടി തേങ്ങ. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. അത് നമ്മൾ ചതച്ച് വയ്ക്കുക. പച്ചമുളക് ചേർത്ത് വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും കൂടി ചേർത്ത് അതും ഈ അയലയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്യണേ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും. എല്ലാം മിക്സ് ചെയ്യുക. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ലോണം മുരിഞ്ഞ് നമുക്ക് കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം മുരിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതിനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. നല്ല സ്വാദുള്ളൊരു തോരനാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ അയല തോരൻ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മുടെ പുളിശ്ശേരി, ഒരു പപ്പടം, ഒരു അച്ചാർ ഇത്രയുണ്ടെങ്കിൽ നമുക്ക് സ്വാദോടെ കഴിക്കാം.